ഈ പ്ലെയിൻ ബ്ലോക്കിൻ്റെ കരുത്ത് ഇതാട്ടോ. ഇതൊരിക്കലും ദ്രവിക്കാത്ത ബെൽറ്റാണിത്. പക്ഷേ ഇത് ആ മണ്ണിൻ്റെ ഉള്ളിൽ അതവിടെ തടഞ്ഞു നിൽക്കണം. ആ ബെൽറ്റ് തന്നെ അവർ കമ്പിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കമ്പി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കും. പിന്നെ മണ്ണ് ഇതുപോലെ നല്ല പ്രസ്സായി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാവില്ല. പിന്നെ അത് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വർക്കിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് വടകര കുഞ്ഞിപ്പള്ളി മാഹി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് വീഡിയോ നമ്മുടെ വടകര ഭാഗത്തേക്കുള്ള കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഏതായാലും നമ്മുടെ വാഗടി അടിപൊളിയായിട്ട് ഇപ്പോൾ വർക്ക് സ്പീഡിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഫിനിഷായ മാഹി ബൈപ്പാസ്. 18 കിലോമീറ്റർ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. താൽക്കാലിക ടോളിൽ കൂടി ടോളൊക്കെ പിരിച്ച് അതിലെങ്ങനെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ വടകര റീച്ച് വാഗടിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. 6 വരിപ്പാതയുടെ വർക്ക് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏതായാലും അടിപൊളി. ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ ഏരിയയിലും നല്ല ഉഷാറായിട്ട് വർക്ക് നടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. കുഞ്ഞിപ്പള്ളി ഭാഗത്ത് കുഞ്ഞിപ്പള്ളി അവിടെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ചെറിയൊരു ഫ്ലൈ ഓവർ. ഇവിടെ കുറച്ച് കാലം മുമ്പ് വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ചെറിയൊരു അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉഷാറായി. വാഗടേ സൂപ്പറാട്ടാ, അടിപൊളി. വാഗട ഏതായാലും ഇപ്പോൾ ഒന്ന് സ്പീഡായിക്കുന്നു, ഒന്ന് മെച്ചപ്പെട്ടിക്കണേ അല്ലേ. പല ഭാഗത്തും 6 വരിപ്പാത ഫുള്ള് സ്ട്രെച്ചറായ ഒരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അടുത്തെത്തുന്നത് നമ്മുടെ ഡ്രൈവർമാർക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ എത്തുന്നത്. മുക്കാലി, വടകര മുക്കാലി. അതായത് നമ്മുടെ ടോൾ ഗേറ്റ് വരുന്ന കോഴിക്കോട് കഴിഞ്ഞാൽ ടൗൺ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ടോൾ ഗേറ്റ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 ടോൾ ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെയാണ് മുക്കാലി. അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തേക്കുള്ള ഗേറ്റ് ഇവിടെയും ഒന്ന് അവിടെ നിന്ന് കൊണ്ട് വരുന്നത് അവിടേക്കാണെന്ന് തോന്നുന്നു. യെസ്, അതെല്ലാം തോന്നുന്നു. ഇവിടെ ഈ ഏരിയ മാത്രം കോൺക്രീറ്റ് ചെയ്ത ഏരിയ, അതുപോലെ ആ ഭാഗത്ത് അവിടെയാണ് കോൺക്രീറ്റ് ചെയ്ത ഏരിയ. അതുകൊണ്ട് ആ ഭാഗത്തായിരിക്കും കുറച്ച് വിട്ടിട്ടാണ് മറ്റേ ടോൾ ഗേറ്റ് വരുന്നത് തോന്നുന്നു. ഇവിടെ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ സെൻസർ കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്യുന്നു കോൺക്രീറ്റിൻ്റെ അടിയിൽ. 1, 2, 3, 4, 5 ട്രാക്കാട്ടോ അവിടെ വരുന്നത്. അതിൽ ലാസ്റ്റ് വരുന്നത് വലിയ ട്രാക്ക്. ബാത്റൂം, റെസ്റ്റ് ഏരിയകൾ, ഓഫീസ് റൂം, അങ്ങനെയുള്ളൊക്കെ സാധനങ്ങളൊക്കെ അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും 60 കിലോമീറ്റർ വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ടൗൺ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം 60 കിലോമീറ്റർ ഇങ്ങോട്ടുണ്ടാവും ദൂരം. കോഴിക്കോട് ടോൾ ഗേറ്റിൽ നിന്ന് നമ്മുടെ വടകരയ്ക്ക് 50 കിലോമീറ്റർ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 10 കിലോമീറ്റർ റെഡി ആയിരിക്കും. 60 കിലോമീറ്റർ 10 ടോളുകളാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡ്രൈവർമാർക്ക് ദേഷ്യം വരുന്ന സ്ഥലമല്ലേ അത്. ഏതായാലും ഉഷാറായിട്ട് വാഗട് ഏകദേശം ഡേറ്റ് ഫിക്സ് ചെയ്തതുപോലെ കേട്ടോ വർക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഏതായാലും ഇവിടെയൊക്കെ ഈ ഭാഗത്തുള്ള കോൺക്രീറ്റുകളൊക്കെ മൊത്തം കഴിഞ്ഞതാണ്. അടിപൊളി. പിന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ 2 ടോൾ ഗേറ്റ് വരുന്ന പറഞ്ഞല്ലോ. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഏത് ജില്ലയിലെങ്കിലും 2 ടോൾ ഗേറ്റ് വരുന്നവർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുക്കാലി കഴിഞ്ഞ പാടെ തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. അണ്ടർപാസ് നല്ല വീതിയുണ്ട്, പക്ഷേ ഹൈറ്റ് കുറവാണല്ലോ. ഹൈറ്റ് 4 മീറ്റർ, ഓവറില്ല. ഏതായാലും നമ്മുടെ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. മണ്ണൊക്കെ ഇട്ട് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ വർക്ക് ഉഷാറായിട്ട് ഈ ഏരിയയിലും വർക്കുകളൊക്കെ ഫിനിഷിങ് ഘട്ടത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോമ്പാല ടൗൺ കഴിഞ്ഞ പാടെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ ഏരിയ കേട്ടോ ഇത് ഉണ്ടോ. ഈ തൊട്ടപ്പുറത്ത് പൊളിഞ്ഞ് വീണിരുന്നോ, 2 ഭാഗത്ത് ഇടിഞ്ഞ് വീണ ഏരിയ എന്ന് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൈഡ് വാൾ അടിപൊളി കോൺക്രീറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കണ ഞാനിപ്പോൾ കേട്ടോ ഈ വർക്കൊക്കെ കാണുന്നത്.
സാധാരണ നമ്മുടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ നെയിലിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അടി ഇടപെട്ടിട്ടാണൊക്കെ ചെയ്യല്. ഇവിടെയൊക്കെ 4 അടി 5 അടിയൊക്കെ വിട്ടിട്ടൊക്കെ കേട്ടോ. ഈ പൊളിഞ്ഞു വീണ ഭാഗത്ത് സോയിൽ നെയിലിങ് ഇല്ലേ. നമ്മുടെ 8 മീറ്റർ കമ്പിടുന്ന പരിപാടി ഇവിടെ 8 മീറ്റർ ഒന്നും ഇട്ടില്ല എന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നല്ല മണ്ണാണെന്നൊക്കെ വിചാരിച്ച്, നല്ല പാറാന്ന് വിചാരിച്ച് ചെയ്തായിരിക്കും. ഏതായാലും പോയത് തന്നെ. ഇനിയിപ്പോൾ അവിടെ നല്ലൊരു ഇതുപോലുള്ള സൈഡ് വാള് വാർക്കേണ്ട ഗതികേടായി. വെറുതെ കുറേ വർക്കുകൾ കണ്ടിട്ടുണ്ട്. 8 മീറ്റർ നമ്മുടെ ക്യാംസിൻ്റെ വർക്കൊക്കെ സൂപ്പറായ, കാനാസിയലിൻ്റെ വർക്കൊക്കെ സോയിൽ നെയിലിങ് അടിപൊളി വർക്കാട്ടോ. മലപ്പുറം ജില്ലയിൽ പിന്നെ പേടിക്കാനില്ല. അവിടെ ഫുള്ള് നല്ല ചെങ്കൽപ്പാറാണ്. ഇവിടുത്തെ ഫുള്ള് ചീടിമണ്ണ് പോലത്തെ ഒരു ഏരിയ ആണത്. മൊത്തത്തിൽ സോയിൽ നെയിലിങ് കുറച്ച് മീറ്റർ ചെയ്താണെങ്കിൽ ആ കമ്പിയോട് കൂടി വീണ കാഴ്ചയാണ് ഇവിടെ കാണുന്നുണ്ട്. ഓരോ പോയിന്റ് ഉണ്ടെങ്കിൽ എത്ര വിട്ടിട്ടാ അറിയാം. ചില കമ്പികൾ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നത് കമ്പി അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്നിട്ട് ബാക്കി കൂടി പൊളിഞ്ഞു നിന്നുണ്ട്. ഏതായാലും മണ്ണ് ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. മനുഷ്യന്മാർ എന്ത് നിർമ്മിതി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അല്ലേ. കണ്ണൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അണ്ടർപാസ് കേട്ടോ. അവിടെയുള്ള അണ്ടർപാസുകളൊക്കെ നല്ല വീതിയിലാട്ടോ, ഹൈറ്റ് കുറവാണ്. അവിടെ നമ്മുടെ ആ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പല ഭാഗത്തും വാഗഡ് ഇപ്പോഴും പ്ലെയിൻ ബ്ലോക്ക് ഇപ്പോഴും അതന്നെയാണ്, ഇവർ മാറ്റിയിട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ വിള്ളലൊക്കെ ഉണ്ടായിരുന്നോ. നമുക്ക് ആ ബെൽറ്റ് ഇടുന്ന കാഴ്ച ഒന്ന് കാണാം അവിടെ പോയിട്ട്. ഇവിടെ ഈ ഭൂമി, അതായത് നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് പോണതിൻ്റെ അടിയിൽ നല്ല വെയിറ്റാണല്ലോ വരിക. അതിൻ്റെ അടിയിൽ ഭൂമിൻ്റെ ടെസ്റ്റിങ് നടത്തട്ടെ അവർ. അല്ലാതെ നമ്മളെ ബോർവെൽ ഒഴിക്കില്ല. ഇവർ അടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് മണ്ണിൻ്റെ സ്ട്രെങ്ത്തൊക്കെ നോക്കുന്ന പരിപാടികളാണ്. ഇതാട്ടോ നമ്മുടെ പ്ലെയിൻ ബ്ലോക്കിന് അവർ ബെൽറ്റ്, മൊത്തത്തിലൊരു ബെൽറ്റ് കേട്ടോ. അതായത് വലിയ ബെൽറ്റ് അവർ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ മടക്കിയിട്ടുള്ള ഒരൊറ്റ ഇതാണ്. അവിടുന്ന് കുറേ അങ്ങോട്ട് മടക്കി എടുത്തിട്ട് പിന്നെ അതിൻ്റെ സെക്ഷൻ ഇങ്ങോട്ട് ഇവിടുന്ന് ഒരു താഴെ അങ്ങോട്ടും വലിക്കുന്നുണ്ട്, അങ്ങോട്ടും വലിക്കുന്നുണ്ട്. ഈ പ്ലെയിൻ ബ്ലോക്കിൻ്റെ കരുത്ത് ഇതാട്ടോ. ഇതൊരിക്കലും ദ്രവിക്കാത്ത ബെൽറ്റാണിത്. പക്ഷേ ഇത് ആ മണ്ണിൻ്റെ ഉള്ളിൽ അതവിടെ തടഞ്ഞു നിൽക്കണം. ആ ബെൽറ്റ് തന്നെ അവർ കമ്പിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കമ്പി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കും. പിന്നെ മണ്ണ് ഇതുപോലെ നല്ല പ്രസ്സായി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാവില്ല. പിന്നെ അതുകൂടാതെ പ്ലെയിൻ ബ്ലോക്ക് ഇതാ നല്ലൊരു അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബ്ലോക്ക് തമ്മിലുള്ള ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നോരായിരുന്നു പൊളിഞ്ഞു വീക്കില്ല. പക്ഷെ മൊത്തത്തിൽ പൊളിഞ്ഞു വീക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ബെൽറ്റിൻ്റെ മുകളിൽ സ്ട്രോങ് പിടുത്തല്ലെങ്കിൽ. ഏതായാലും വർക്ക് ഉഷാറായിട്ട് നടക്കുന്നു. ഇവരാദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് വലിച്ച് കയറ്റിയിട്ട് പിന്നെ ഓരോ ലൈൻ അങ്ങനെ കൊണ്ടുപോയി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ അപ്പുറവും ഇപ്പുറം ഇങ്ങനെ വലിച്ചിട്ട് അളവ് റെഡിയാക്കി വെക്കുക കേട്ടോ. അടിപൊളി. ഇത് മടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞതിന് ശേഷം പോകുമ്പോൾ നമ്മൾ കാണുന്ന 4ാമത്തെ അണ്ടർപാസ് അല്ലേ. ഇവിടെ എല്ലാ ഭാഗത്തും വരെ അണ്ടർപാസുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. ഏതായാലും അടിപൊളി. ചില ഭാഗങ്ങളിൽ അണ്ടർപാസും ഓവർപാസും ഒന്നും ഇല്ലാത്ത ഏരിയകളിൽ നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ അണ്ടർപാസ് ചെറുതാണെങ്കിലും ഓരോന്ന് കൊടുത്താൽ ഉഷാറാട്ടോ. ഇവിടെയൊക്കെ ഇനി പൊങ്ങാനുള്ളതാണ്. അതിൻ്റെ വാളുകളൊക്കെ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 6 വരിപ്പാതൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞതൊക്കെ കാഴ്ചകൾ അവിടെ കാണുന്നല്ലേ. അവിടെ പോയി നോക്കാം. ഇതാണ് നാദാപുരം റോഡ്. നാദാപുരം റോഡ് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നാദാപുരത്തേക്ക് പോണ റോഡാണോ അറിയാം. എന്തായാലും ഇവിടെ നല്ലൊരു അണ്ടർപാസ് ഉണ്ട്. ഒക്കെ 4 മീറ്റർ. ഇത് കുറച്ചൊരു ഹൈറ്റ് കാണുന്നുണ്ട് കേട്ടോ. അതായത് നല്ല വീതിയിലുള്ള അണ്ടർപാസ്. ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷിങ് ആണ്. അവിടെ 6 ബ്ലോക്കിൻ്റെ ഉള്ളിൽ അവരെന്താ കുമായിട്ട് അടിക്കുന്ന കാഴ്ചയുള്ള കാണണം അവിടെ. അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മളിവിടെ കൈനാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച അവിടുന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ ഒരു നല്ലൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ് നമ്മുടെ വാഗഡിൻ്റെ വർക്കിൽ. ഏതായാലും 6 വരിപ്പാതൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലേക്കാണ്. ഫൈനൽ എല്ലാ ഭാഗവും സ്ട്രക്ചറായി. ഒരു ഭാഗം വർക്ക് തുടങ്ങാത്തൊരു ഏരിയ കണ്ടിട്ടില്ല. സർവീസ് റോഡൊക്കെ ഏകദേശം കളറായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ 6 വരിപ്പാതൻ്റെ വർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മണ്ണിടൽ, കുറച്ച് ടാറിങ്, അങ്ങനെയുള്ള ചില്ലറ വർക്കുകളൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പള്ളി മുതൽ നമ്മുടെ കൈനാട്ടി വരെയുള്ള വർക്ക് ഏകദേശം ഫുൾ ഫിനിഷിങ്. അതിൻ്റെ ഇടയിൽ 5 അണ്ടർപാസ് കണ്ടു. അതിലൊന്ന് ചെറിയൊരു മടപ്പള്ളി എന്ന് പറഞ്ഞ അണ്ടർപാസ് മാത്രമാണ് കുറച്ചൊരു വീതി കുറവുള്ള ചെറിയൊരു അണ്ടർപാസ്. ബാക്കിയൊക്കെ വലിയ അണ്ടർപാസുകളാട്ടോ.
ഏതായാലും സ്നേഹിതന്മാരെ, ഇതാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ. നമ്മുടെ വടകര ഭാഗത്തുള്ള വിശേഷങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആൻഡ് ഫോളോവറൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വടകര ഭാഗത്തുള്ള കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്ന കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റീൽ ബൗ സ്ട്രിങ്, അതായത് 800 ടൺ വെയിറ്റ് ഉള്ള ഒരു ബ്രിഡ്ജ് അവിടെ എടുത്ത് വെക്കാണ്ട്. അതിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഫ്രീ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ കാലമായിട്ട് റെസ്റ്റിലാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടങ്ങൾ ഇവിടെ ആറിപ്ലെയിൻ ബ്ലോക്ക് ഫുള്ള് ഇവിടെ നിരത്തി കൊണ്ട് വെച്ചിരിക്കണേ. വാഗടിൻ്റെ വർക്ക് ഫുള്ള് തന്നെ കേട്ടോ. ആറി ബ്ലോക്കിൻ്റെ വർക്കേ ഇല്ല, ഫുള്ള് പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്കാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.